ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്നൊക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഇതൾ ഒറോട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകശാല റൈസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി യൂസ് ചെയ്യാം. പക്ഷേ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ജീരകശാല റൈസ് തന്നെയാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഈ റൈസ് 2-3 വട്ടം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് 2-3 മണിക്കൂർ ഒന്ന് കുതിർക്കാൻ വയ്ക്കാം. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ വെള്ളം ഫുള്ളായിട്ട് കളയണം. അതിനുശേഷം നമുക്ക് മിക്സി ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ റൈസ് മുഴുവനായിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ചോറൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ അളവ് 1.5 കപ്പ് റൈസിന് 3 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. കൂടുതലായിട്ട് നമ്മൾ തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുത്താൽ ചിലപ്പോൾ അരി നന്നായിട്ട് തന്നെ അരഞ്ഞെന്ന് വരില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ചായിട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരിയുടെ ഈ ഒരു ലെവലിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അരി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ മാവ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പാലോട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്യില്ല കേട്ടോ. തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം 2.5 കപ്പ് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് ഈ ഒരു ലൂസിലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മാവ് ലൂസായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതുള്ള റൊട്ടിയുടെ സോഫ്റ്റ്. ഇനി ഞാനൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാനിലാണ് കേട്ടോ ഞാൻ ഒറോട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാത്രത്തിലൊക്കെ പറ്റി പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഒറോട്ടിക്ക് നല്ല ടേസ്റ്റൊക്കെ കിട്ടോട്ടോ നെയ്യ് യൂസ് ചെയ്താൽ. ഈ പാനിലേക്ക് ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിന്നായിട്ട് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റീമർ അടച്ച് വെച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചിലപ്പോൾ ഒരു 3 മിനിറ്റ്, ചിലപ്പോൾ 2 മിനിറ്റൊക്കെ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം എനിക്കപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ. മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് കുറച്ച് നെയ്യൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ലെയറുകൾ തമ്മിൽ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് പരത്തി കൊടുക്കുന്നത്. വീണ്ടും നമുക്ക് 1.5 തവി മാവോടെ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ എത്രത്തോളം മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരളവിൽ തന്നെ എല്ലാ ലെയറും നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഇതും ഏകദേശം 3 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ ലെയറും ഞാൻ ഇതുപോലെ തന്നെ 2-3 മിനിറ്റൊക്കെ ആയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് ലെയറാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ലെയർ ഒഴിച്ചതിന് ശേഷം മറ്റ് ലെയറുകളൊക്കെ വേവാനായിട്ട് എടുത്ത സമയത്തേക്കാളും 1-2 മിനിറ്റ് കൂടുതലായിട്ട് നിങ്ങൾ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ലെയറും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പാൻ സ്റ്റീമറിൽ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ചൂടാറാൻ നിൽക്കണ്ട. കുറച്ചൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് ഈ പാനിൽ നിന്ന് ഒറോട്ടി ഡിമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറിയപ്പോഴേക്കും ഒറോട്ടി ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലെയറായിട്ട് എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ നോൺ വെജ് കറിക്ക് ഒപ്പം കഴിക്കുന്നതാണ്. പിന്നെ അതുകൂടാതെ തേങ്ങാപ്പാലിൻ്റെ ഒപ്പം നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.